ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നത് ഒരു റെസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ റീസെൻ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് വജ്രയുടെ ആർട്ട് എപ്പോക്സിയാണ്. ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ പാടില്ലല്ലോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവർ പോലും അറിയാതെയാണ് കേട്ടോ. എന്നോട് പലരും ചോദിക്കുന്നതാണ് ഏത് റെസിനാണ് യൂസ് ചെയ്യുന്നത്, ഈ റെസിൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വജ്രയുടെ ആർട്ട് എപ്പോക്സിയാണ് ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ കുറച്ചധികം കാലമായി ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1.5 kgൻ്റെതാണ് ഞാൻ വാങ്ങിക്കാറ് നോർമലി. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇനി നമ്മൾ ഈ ഒരു റെസിനിൽ ഓരോ ക്ലോക്കിനും ഡിഫറെൻറ്റ് മെഷർമെൻറ്റാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ ക്ലോക്കിന് നമുക്ക് എത്രത്തോളം റെസിന് യൂസ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു കാര്യം കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു വെയിങ് മെഷീൻ ഉണ്ട്. ഇതാണ് വെയിങ് മെഷീന്. അത് വാങ്ങിയാൽ നമുക്ക് കൂളായിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മൾ എത്രയാണോ റെസിൻ എടുക്കുന്നത് അതിൻ്റെ പകുതി ഹാർഡ്നർ എടുക്കുക. 2:1 റേഷ്യോൻ്റെ കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ 2:1 റേഷ്യോയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം റെസിൻ എടുക്കും. ഇനി അതിൻ്റെ നേർപകുതി എത്രയാണോ അത് നമ്മൾ ഹാർഡ്നർ എടുക്കും. എന്നിട്ട് നമ്മൾ സ്റ്റിക്ക് വെച്ച് ഇതുപോലെ മെല്ലെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നോർമലി നമ്മൾ ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് എന്തായാലും നമ്മളത് മിക്സ് ചെയ്യണം കേട്ടോ. അതും സ്ലോയിൽ വേണം ചെയ്യാൻ. നോർമലി ഞാൻ വീഡിയോയിലൊക്കെ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഫാസ്റ്റിൽ ഇത് മിക്സ് ചെയ്യാൻ പാടില്ല. സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഈ മിക്സിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ റെസിനിൽ ഫ്ലോപ്പായി പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും 10 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മിക്സ് ആയി കഴിഞ്ഞാൽ അതിൽ ചെറിയ ബബിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ബബിൾസ് ഒന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടി ഒരു 10 മിനിറ്റ്സ് ബ്രേക്കും കൂടി കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാറ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ആ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്താക്കാം, കളറ് മിക്സ് ചെയ്ത്, പിഗ്മെൻറ്റ് മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ ഗോൾഡ് ലീവ്സ് എന്താണോ നമുക്ക് വേണ്ടത്, ഏത് മോഡലാണോ വേണ്ടത് അതിനനുസരിച്ച് ആ റെസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം എല്ലാവരും ചോദിച്ചത്, ക്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മെഷർമെൻറ്റാണ് വേണ്ടത്, നോർമലി എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കോട്ടിങ്ങിൻ്റെ മെഷർമെൻറ്റ് മാത്രമാണ് പറയുന്നത്. അത് കണ്ടാരും തെറ്റിദ്ധരിക്കരുത്. 2 കോട്ടിങ് നമുക്ക് എല്ലാ ക്ലോക്കിനും നോർമലി വേണം. ചില വലിയ ലക്ഷറി ക്ലോക്ക് ആണെങ്കിൽ അതിന് 3 or 4 കോട്ടിംഗ് ഒക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് നമ്മുടെ 8 ഇഞ്ച് ക്ലോക്കിന് വേണ്ട മെഷർമെൻ്റ് ആണ്. 8 ഇഞ്ച് നോർമൽ ക്ലോക്കിന് വേണ്ട ഒരു മെഷറിംഗ് ആണ് കാണിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് 64 ഗ്രാമോളം നമുക്ക് റെസിൻ വേണം ഒരു കോട്ടിങ്ങിന് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഒരു 10 ഇഞ്ച് ക്ലോക്ക് ആകുമ്പം അതിന് എത്രത്തോളം റെസിൻ വേണ്ടതെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. 10 ഇഞ്ച് ക്ലോക്ക് ആകുമ്പോൾ നമുക്ക് അതിന് വേണ്ടത് 86 ഗ്രാമോളം റെസിൻ വേണം കേട്ടോ. റെസിൻ മീൻസ് റെസിനും ഹാർഡ്നറും കൂടിയുള്ള കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. 84 പറയുമ്പോൾ അതിന് നേർപകുതി ആയിരിക്കും ഞാൻ റെസിൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് വിട്ടുപോകരുത്. അതായത് നമ്മളിപ്പോൾ 100 ഗ്രാം റെസിൻ എടുക്കുന്നുണ്ടെങ്കിൽ 50 ഗ്രാം ഹാർഡ്നർ എടുക്കണം. അപ്പോൾ ടോട്ടലി 150 ഗ്രാം റെസിൻ നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ റെസിൻ എടുക്കേണ്ടത്. ഈ ഒരു വെയിങ് മെഷീൻ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് നമുക്ക് ആവശ്യാനുസരണം ഓണും ഓഫും ചെയ്ത് കൊടുത്താൽ മതി. ബാറ്ററിയിലാണ് ഇത് യൂസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു റെസിൻ നമുക്ക് എവിടെ നിന്ന് വാങ്ങാം, എങ്ങനെ വാങ്ങാം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു റെസിൻ വാങ്ങിക്കുന്നത് ഓൺലൈൻ പേജിൽ നിന്നാണ്. വജ്ര എപ്പോക്സി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇവരുടെ പാക്കിങ് എടുത്തു പറയേണ്ട ഒരു മെയിൻ ഫാക്ടറാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ യൂസ് ചെയ്ത ഒരു റെസിന് എനിക്കിങ്ങനെ ഡെലിവറി ആയിട്ട് വന്നപ്പോൾ സംഭവം ലീക്കായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടേത് ഇത്ര കാലം ഞാൻ വാങ്ങിച്ചതിൽ അവരുടെ പാക്കിങ്ങിൽ നമ്മൾ പൊട്ടിച്ചാൽ പോലും അതൊന്നും ലീക്കാവില്ല. അത്രക്കും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് അവർ പാക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ. അത് എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിക്കുന്ന റെസിന്. അതായത് 1 kgൻ്റെ റെസിനും 500 kgൻ്റെ ഹാർഡ്നറും കേട്ടോ. ഈ ഒരു ബോട്ടിലാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത്. ഇങ്ങനെ 2 ടൈപ്പ് ബോട്ടിലാണ് വാങ്ങിക്കുന്നത് കേട്ടോ. ഇതാണ് ഞാൻ നോർമലി റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വാങ്ങിക്കാമെന്ന് ഞാൻ ഇതിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് നമ്മുടെ വജ്ര എപ്പോക്സിന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ദേ ഈ കാണുന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. റെസിൻ മാത്രമല്ല ബാക്കി പല മെറ്റീരിയൽസും പിഗ്മെൻറ്റും കാര്യങ്ങളെല്ലാം അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ ഇതുവരെ അവരുടെ അടുത്ത് നിന്ന് റെസിൻ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൽ തന്നെ ബയോയിൽ അവരുടെ ലിങ്ക് കാണും, ഓൺലൈൻ സ്റ്റോറിൻ്റെ ലിങ്ക് കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് ടൈപ്സ് ഓഫ് റെസിനുണ്ട്. നമുക്ക് വേണ്ടത് ആർട്ട് എപ്പോക്സി റെസിനാണ്. അതാണ് നമ്മൾ നോർമലി ക്ലോക്ക് അതുപോലെ വാൾ ആർട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു റെസിനാണ് കേട്ടോ. ഇനി പ്രിസർവിങ് റെസിനാണെങ്കിൽ അത് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് വാങ്ങാം. അതുപോലെ തന്നെ 2:1 റേഷ്യോ ഉണ്ട്, അതുപോലെ 3:1 റേഷ്യോൻ്റെതും ഉണ്ട്. ഞാനിപ്പോൾ 2:1 റേഷ്യോൻ്റെ ആണ് എടുക്കുന്നത്. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡൗണിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏത് ഗ്രാമാണ്, എത്ര ഗ്രാമാണ് നമുക്ക് റെസിൻ വേണ്ടത് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എത്ര ഗ്രാം വേണമെങ്കിലും റെസിൻ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് എമൗണ്ടും ചേഞ്ച് ആകുന്നതായിരിക്കും. ഇതിപ്പോൾ 1.5 kg ആയതുകൊണ്ടാണ് ഇത്ര എമൗണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ പേരും അതുപോലെ ഫോൺ നമ്പറും അഡ്രസ്സും പിൻകോഡൊക്കെ അവിടെ ഫില്ല് ചെയ്യാനുണ്ടാവും. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ സബ് ടോട്ടൽ അവിടെ കാണിക്കും. പിന്നെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൺഫേം ആവും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇത്രയും സിമ്പിളായിട്ടാണ് നമുക്ക് റെസിൻ ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. റെസിൻ ആർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൊള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.